എല്ലായ്പ്പോഴും നാളെ നാളെ എന്ന് പറയുന്നവരോട്. ഹലോ സുഹൃത്തേ, നിങ്ങൾ ഇനിയും എത്ര സമയമാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളോട് വരാമെന്ന് പറഞ്ഞിട്ട് പോയവർ എപ്പോഴാണ് വരുന്നത്? നാളെ എന്ത് അദ്ഭുതം സംഭവിക്കും എന്ന് ഓർത്താണ് ഇന്നിനെ വെറുതെ കളയുന്നത്. നിങ്ങൾക്ക് ഉണരാൻ സമയമായില്ലേ? നിങ്ങൾ നാളേക്ക് മാറ്റിവെച്ച ആ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കണം. പിന്നെ ചെയ്യാം, നാളെ കാണാം, പിന്നീട് ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നത് ഒക്കെയും പിന്നീട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല. നാളെ എന്ന് പറഞ്ഞത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ശക്തി എന്താണ്? മടി, പേടി, ആളുകൾ എന്ത് കരുതും എന്നൊക്കെയാണോ? നിങ്ങളെ പിടിച്ചുവെക്കുന്ന ശക്തി എന്തുതന്നെയായാലും ആ ചങ്ങലക്കുരുക്ക് പൊട്ടിച്ചെറിയാതെ നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ ഇപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. ഒരുപക്ഷേ ആ കംഫർട്ട് സോൺ നിങ്ങളുടെ പ്രായമേറിയ പിതാവായിരിക്കാം, അല്ലെങ്കിൽ ചോദിക്കുമ്പോഴൊക്കെ എടുത്തു തരുന്ന മാതാവോ സഹോദരങ്ങളോ ആയിരിക്കാം. നിങ്ങൾക്ക് നാണമില്ലേ അവർ തരുന്നതും വാങ്ങി സുഖിച്ചിരിക്കാൻ? നിങ്ങളുടെ ചുറ്റുമുള്ള ഈ സുരക്ഷിത വലയം പൊട്ടിച്ചെറിയാതെ, ഭേദിക്കാതെ, തകർക്കാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആകില്ല. നിങ്ങളുടെ നാളകൾ ഇന്നും ആവില്ല. നിങ്ങൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര നാളകളാണ് ഞാൻ ഇന്നലെകൾ ആക്കി മാറ്റിയത്? സുഹൃത്തേ, ഇനിയെങ്കിലും ഉണരൂ. നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നവർക്ക് ക്ഷീണിതരായ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ നല്ല മൂഡിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? എങ്കിൽ ആ നല്ല സമയം ഇന്ന് തന്നെയാണ്, ഇപ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നല്ല തീരുമാനങ്ങൾ എടുക്കണം. കാരണം ഇന്ന് എന്നത് നിങ്ങളുടെ കയ്യിലുള്ളതും നാളെ എന്നത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് അറിയാത്തതുമായ ഒന്നാണ്. നാളെ എന്ന വാക്കിന് നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ഓരോരുത്തരും എത്ര സമയം വേസ്റ്റ് ആക്കി വെറുതെ കളഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞ സമയത്തിൽ തൃപ്തരാണെങ്കിൽ ഓക്കേ, നോ പ്രോബ്ലം. അതല്ല, നിങ്ങൾക്ക് ഒരൽപ്പമെങ്കിലും അതിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ, പശ്ചാത്താപം ഉണ്ടെങ്കിൽ, ഒന്നോർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും ഒരാളും നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരില്ല. നിങ്ങൾക്കുള്ളിലെ തീ അണക്കാൻ ചുറ്റിലും എക്സ്ക്യൂസുകൾ ഉണ്ടാകും. എന്നാൽ ആ തീയിനെ ആളിക്കെത്തിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്.